മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 82-ാമത്തെ ദശകത്തിൽ 4ഉം 5ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 4-ാമത്തെ ശ്ലോകം. കന്യാപുരേ ദയിതയാ സുഖമാരമന്ദം ചൈനം കഥഞ്ജന വബന്ധുഷി സർവബന്ധോ ശ്രീനാരദോക്ത തദുദന്തദുരന്തരോഷൈസ്ത്വം തസ്യ ശോണിതപുരം യദുഭിർനിരുന്ധാഃ. കന്യാപുരേ, അതായത് നേരത്തെ ഉഷ സ്വപ്നത്തിൽ അനിരുദ്ധനായിട്ട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ സാമീപ്യം അനുഭവിച്ച് സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് കാണാതായപ്പോൾ ചിത്രലേഖ എന്നുള്ളതായിട്ടുള്ള സഖി എല്ലാ യുവാക്കന്മാരെയും ചിത്രത്തിൽ വരച്ച് അനിരുദ്ധനെ തിരിച്ചറിഞ്ഞു ഉഷ. അങ്ങനെ ദ്വാരകയിൽ ചെന്ന യോഗിനിയായിട്ടുള്ള ആ ചിത്രലേഖ ദ്വാരകയിൽ ചെന്ന് ഉറങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള അനിരുദ്ധനെ എടുത്തു കൊണ്ടുവന്ന് ഉഷയുടെ സമീപത്ത് കിടത്തി അവർ തമ്മിൽ സന്തോഷമായിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പം എന്താ ഉണ്ടായത് എന്ന് പിന്നെ പറയണം. കന്യാപുരേ, കന്യാഗൃഹത്തിൽ, അതായത് കന്യകയുടെ അന്തഃപുരത്തിൽ, ആ അന്തഃപുരത്തിൽ ദയിതയാ സുഖം ആരമന്ദം, ദയിതയാ പ്രിയപ്പെട്ടത് ദയിതയോടുകൂടി തൻ്റെ പത്നിയായിട്ട് ഗാന്ധർവ വിവാഹപ്രകാരം, അതായത് മനസ്സുകൊണ്ട് പത്നിയായി സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ളതായ ദയിതയോടുകൂടി തൻ്റെ പ്രിയപത്നിയോടുകൂടി സുഖം ആരമന്ദം, സുഖമായി രമിച്ചുകൊണ്ടിരിക്കുന്നതായ ആ അനിരുദ്ധനെ സുഖമാരമന്ദം ച ഏനം, ചൈനം എന്നുള്ളത് മുറിക്കുമ്പോൾ ച ഏനം, ആരമന്ദം ച ഏനം, ആരംഭിച്ചുകൊണ്ടിരുന്നതായ ഏനം ദേഹത്തെ, അനിരുദ്ധനെ, ഇവനെ എന്നർത്ഥം, അനിരുദ്ധനെ കഥഞ്ജന ബബന്ധുഷി സർവബന്ധവും, സർവന്റെ ബന്ധുവായ ബാണൻ, സർവൻ എന്ന് പറഞ്ഞാൽ ശിവൻ, ശിവന്റെ ബന്ധുവായിട്ടുള്ള ബാണൻ, സർവൻ എന്നുള്ള ശിവന്റെ വലിയ ഭക്തനായിരുന്നു ബാണൻ എന്നാണ് പറയണത്. അപ്പം അങ്ങനെ ആ ബാണന് വരം കൊടുത്തിരുന്നു. എന്താണ്? പുരീപാലനായിട്ട് ഇരുന്നോളാം. ബാണാസുരൻ്റെ പുരമായിട്ടുള്ള ശോണിതപുരം എന്നാണ് അതിൻ്റെ പേര്. ആ ശോണിതപുരത്തിനെ പാലിച്ചുകൊണ്ട് അതിൻ്റെ കാവൽക്കാരനായിട്ട് നിന്നോളാം എന്ന് ശിവൻ വരം കൊടുത്തു ബാണന് എന്നാണ്. അപ്പം അങ്ങനെ ആ സർവന്റെ ബന്ധുവായിട്ടുള്ള ശിവന്റെ ബന്ധുവായിട്ടുള്ള ബാണൻ എങ്ങനെയൊക്കെയോ ഈ അനിരുദ്ധനെ ബന്ധിച്ചു. അനിരുദ്ധൻ കന്യാപുരത്തിൽ വസിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട്, കന്യകാഗൃഹത്തിൽ വസിക്കുന്നുണ്ട് എന്നറിഞ്ഞ് അവിടെ ചെന്ന് യുദ്ധം ചെയ്തിട്ടൊന്നും അനിരുദ്ധനെ ബന്ധിക്കാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് നാഗാസ്ത്രം കൊണ്ട് ബന്ധിച്ചു എന്നാണ് പറയണത് ഭാഗവതത്തിൽ. നാഗാസ്ത്രം കൊണ്ടാണ് അനിരുദ്ധനെ ബന്ധിച്ചത് എന്നാണ്. അങ്ങനെ ബന്ധിച്ചിരിക്കെ ബന്ധുഷി, ബന്ധിച്ചപ്പോൾ ബന്ധുഷി സർവബന്ധുവായിട്ടുള്ള ബാണൻ ആ കന്യകാപുരത്തിൽ വസിക്കുന്നതായ അനിരുദ്ധനെ ഒരു വിധത്തിൽ നാഗാസ്ത്രം കൊണ്ട് ബന്ധിച്ച സമയത്ത് ബന്ധുഷി സർവബന്ധവും ശ്രീനാരദോക്ത തദുദന്ത ദുരന്തരോഷൈഹി, ശ്രീനാരദോക്ത, ശ്രീനാരദനാൽ ഉക്തമായ പറയപ്പെട്ടതായ തദുദന്തം, ആ വൃത്താന്തം, ഉദന്തം വൃത്താന്തം, തദുദന്തം ആ വൃത്താന്തം, അതായത് അനിരുദ്ധനെ ബാണൻ ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതായ ചിത്രലേഖ, യോഗിനിയായ ചിത്രലേഖ മായാബലം കൊണ്ട് ദ്വാരകയിൽ നിന്ന് കൊണ്ടുപോയി അവിടെ വസിക്കുന്നതായിട്ടുള്ള ശോണിതപുരത്തിൽ വസിക്കുന്നതായ സമയത്ത് ആ കന്യാപുരത്തിലിരുന്ന അനിരുദ്ധനെ ബാണൻ ബന്ധിച്ചിട്ടുണ്ട് എന്നുള്ളതായിട്ടുള്ള ആ വിവരം നാരദൻ അറിഞ്ഞു ഇവിടെ ദ്വാരകയിൽ. ശ്രീനാരദനാൽ ഉക്തമായ പറയപ്പെട്ടതായ തദുദന്തം ആ വൃത്താന്തം,
ആ വൃത്താന്തം കൊണ്ട് ദുരന്തരോഷൈഹി ദുരന്തമായ രോഷത്തോടു കൂടിയ, അതായത് അവസാനിക്കാത്ത രോഷത്തോടു കൂടിയ, അല്ലെങ്കിൽ ദുഃഖമായ അന്തത്തോടു കൂടിയ രോഷത്തോടു കൂടിയ, അങ്ങനെ ദുരന്തം എന്നുള്ളത് ദുഃഖമായിട്ടുള്ള അന്തം, അവസാനം. ആ ദുഃഖാന്തമായിട്ടുള്ള ആ രോഷത്തോടു കൂടി, അവരുടെ രോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശമിപ്പിക്കാനൊന്നും സാധിക്കില്ല. എന്തെങ്കിലുമൊക്കെ നാശം ഉണ്ടാക്കിക്കൊണ്ടേ ആ രോഷം ശമിക്കുള്ളൂ എന്നുള്ളതാണ്. ആ രോഷത്തിന് അന്തം ഇല്ല, ദുഃഖമായിട്ടുള്ള വളരെ വിഷമാണ് ആ രോഷത്തിന് അവസാനം ഉണ്ടാവാൻ എന്നാണ്. അപ്പം അങ്ങനെ ശ്രീനാരദോക്തമായിട്ടുള്ള ആ വൃത്താന്തം കൊണ്ട് അത്യധികമായ രോഷത്തോടു കൂടിയ യാദവ സൈന്യത്തോടുകൂടി, യാദവന്മാരോടുകൂടി, യദുഭിഹി യദുക്കളോടുകൂടി, യാദവന്മാരോടുകൂടി, യാദവ സൈന്യത്തോടുകൂടി, ദുരന്തരോഷൈഹി യദുഭിഹി ത്വം തസ്യ ശോണിതപുരം ഞെരുന്ധ. ത്വം അങ്ങ് തസ്യ ശോണിതപുരം അവൻ്റെ ബാണന്റെ ആ ശോണിതപുരത്തെ ബബന്ധ ബന്ധിച്ചു. അതായത് ബന്ധിക്കുക വെച്ചാൽ ശോണിതപുരത്തിനെ ബന്ധിക്കുക വെച്ചാൽ ആയുധം സൈന്യങ്ങള് നാലുപാടും വളഞ്ഞു ആ ശോണിതപുരത്തിനെ വളഞ്ഞു നിന്നു എന്നാണ്. അവിടുന്ന് പുറത്തേക്ക് കിടക്കാൻ ആളുകൾക്ക് വഴിയില്ലാതെ കണ്ട് ആ ശോണിതപുരത്തെ വളഞ്ഞു. അങ്ങയുടെ സൈന്യങ്ങളോടുകൂടി അങ്ങ് ആ ശോണിതപുരത്തെ വളഞ്ഞു എന്ന്. കന്യാപുരത്തിൽ ദൈതയാ സഹ, ദൈതയോടുകൂടി, സഹ എന്നവിടെ കിട്ടി വന്നു ചേരും. ദൈതയാ സഹ, ദൈതയോടുകൂടി, പ്രിയപത്നിയോടുകൂടി, സുഖം ആരമന്തം, സുഖമായി രമിച്ചുകൊണ്ടിരിക്കുന്നതായ ച ഏനം, ഇദ്ദേഹത്തെ, ഈ അനിരുദ്ധനെ, കഥഞ്ചന സർവബന്ധവും ബബന്ധുഷി, സർവബന്ധുവായ ബാണൻ, സർവന്റെ ശിവന്റെ ബന്ധുവായ സ്നേഹിതനായ ബാണൻ, കഥഞ്ചന ബബന്ധുഷി, ഒരു വിധത്തിൽ ബന്ധിച്ചപ്പോൾ വെച്ചാൽ നല്ല പ്രയാസമായിരുന്നു ബാണനെ ബന്ധിക്കാൻ, അനിരുദ്ധനെ ബന്ധിക്കാൻ എന്നാണ് പറയണത്. അപ്പം അങ്ങനെ ഒരു വിധത്തിൽ മായാപ്രയോഗങ്ങളെ കൊണ്ട് അനിരുദ്ധനെ ബന്ധിച്ചപ്പോൾ ശ്രീനാരദോക്ത തദുദന്ത ദുരന്തരോഷൈ, ശ്രീനാരദനാൽ ഉക്തമായ പറയപ്പെട്ടതായ തദുദന്തം ആ വൃത്താന്തം കൊണ്ട് ദുരന്തമായ രോഷത്തോടുകൂടിയ, അത്യധികമായ രോഷത്തോടുകൂടിയ യദുഭിഹി യദുക്കളോടുകൂടി, യാദവ സൈന്യത്തോടുകൂടി, ത്വം അങ്ങ് തസ്യ ശോണിതപുരം, അദ്ദേഹത്തിൻ്റെ ബാണന്റെ ശോണിതപുരത്തെ, ബാണന്റെ വാസസ്ഥാനമായ ശോണിതപുരത്തെ ഞെരുന്ധാഹ നിരോധിച്ചു, അതായത് വളഞ്ഞു എന്നർത്ഥം. ശത്രു സൈന്യം കോട്ട വളയ എന്നുണ്ടല്ലോ, അപ്പം അതാണ് ഞെരുന്ധാഹ, അതിനെ വളഞ്ഞു. ആ ശോണിതപുരത്തെ വളഞ്ഞു, യുദ്ധത്തിനായിട്ട് വളഞ്ഞു എന്നർത്ഥം. പുരീപാല ശൈലപ്രിയ തുഹിതൃനാഥോസ്യ ഭഗവാൻ സമം ഭൂതൗറാതൈര്യതു ബലമശങ്കം നിരുരുധേ മഹാപ്രാണോ ബാണോ ഛടിതി യുധാനേന യുധേ ഗുഹപ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്രാ ജഘടിഷേ. അപ്പോൾ ആ യുദ്ധം തുടങ്ങി. ആ യുദ്ധത്തിനെ വർണ്ണിക്കുകയാണ് ഇനി. പുരീപാല ശൈലപ്രിയ ദുഹിതനാഥ അസ്യ പുരീപാല, ഇദ്ദേഹത്തിൻ്റെ പുരീപാലനായ, പുരീപാലൻ പുരത്തിൻ്റെ പാലകനായ, പുരത്തിൻ്റെ കാവൽക്കാരനായ, പുരീപാലനായ ആരാണ് പുരീപാലൻ? ബാണന്റെ പുരത്തിനെ പാലിച്ചുകൊണ്ട് നിന്നത് ശൈലപ്രിയ ദുഹിതൃനാഥ, ശൈലത്തിൻ്റെ, ശൈലം പർവ്വതം, പർവ്വതത്തിൻ്റെ പ്രിയ ദുഹിതൃനാഥ, പ്രിയപ്പെട്ട ദുഹിതാവിൻ്റെ പുത്രിയുടെ, ദുഹിത എന്ന് ദുഹിതൃനാഥ, ദുഹിതൃ എന്നാണ് ശബ്ദം വരിക. അപ്പം അതാണ് സമാസത്തിൽ ദുഹിതൃ എന്നാവും, ദുഹിത എന്നാണ് പ്രഥമ. അപ്പം പ്രിയ ദുഹിതൃനാഥ, പ്രിയ ദുഹിതാവിൻ്റെ, ശൈലത്തിൻ്റെ, അതായത് പർവ്വതത്തിൻ്റെ പ്രിയപുത്രിയായ ദുഹിതാവ് പുത്രി, പ്രിയ ദുഹിതൃനാഥ, പ്രിയപുത്രിയുടെ നാഥനായ ആരാണ്? ശൈലത്തിൻ്റെ പ്രിയപുത്രിയുടെ നാഥൻ പർവ്വതത്തിൻ്റെ പുത്രി പാർവതി, പാർവതിയുടെ ഭർത്താവായ ശിവൻ ശൈലപ്രിയ ദുഹിതൃനാഥ എന്നുള്ളത് കൊണ്ട്
ശിവനെയാണ് പറയണത്. അസ്യ പുരീപാലഹ, ഇദ്ദേഹത്തിൻ്റെ പുരീപാലനായിട്ടുള്ള പുരത്തിൻ്റെ രക്ഷകനായ ശൈലപ്രിയ ദുരിതനാഥ, പർവ്വതപുത്രിയുടെ പ്രിയ നാഥനായിട്ടുള്ള പർവ്വതത്തിൻ്റെ പ്രിയപുത്രിയായ പാർവതിയുടെ നാഥനായ ആ പരമശിവൻ ശൈലപ്രിയ ദുരിതനാഥ അസ്യ ഭഗവാൻ, ഭഗവാനായിട്ടുള്ള ശിവൻ എന്നാണ്. അവിടെ കൃഷ്ണനോട് ആണ് യുദ്ധം ചെയ്യാൻ പോണത്. കൃഷ്ണനോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ അത് ആ തുല്യബലം ഉണ്ട് എന്ന് കാണിക്കുകയാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട്. കൃഷ്ണനെ പോലെ ഭഗവാൻ എന്നാണല്ലോ കൃഷ്ണനെ എല്ലാരെങ്കിലും പറയണത്. ആ ഭഗവാനായിട്ടുള്ള എല്ലാ ഐശ്വര്യാദി വർഗങ്ങളൊക്കെ ചേർന്നിട്ടുള്ളതായിട്ടുള്ള ഐശ്വര്യസ്യ സമഗ്രസ്യ എന്നൊക്കെ പറഞ്ഞ് ജ്ഞാനസ്യ എന്നൊക്കെ, ജ്ഞാനം എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കൂടി ഷണ്ണാം, 6 കൂടി ചേർന്നതാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ. അപ്പം അതുപോലെ തന്നെയാണ് ശിവനും വിഷ്ണുവിനെ പോലെ തന്നെ എല്ലാ ഗുണങ്ങളും ചേർന്നതാണ് ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് അവിടെ ഉറപ്പിക്കുകയാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാനായിട്ടുള്ള ശിവൻ പുരീപാല ശൈലപ്രിയ ദുഹിതൃനാഥ അസ്യ ഭഗവാൻ സമം ഭൂതപ്രാതൈഹി, ഭൂതപ്രാതങ്ങളോടുകൂടി, ഭൂത സമൂഹത്തോടു, പ്രാതം കൂട്ടം, ഭൂതപ്രാതം ഭൂതഗണങ്ങളുടെ സമൂഹത്തോടുകൂടി, ഭൂതഗണങ്ങളോടുകൂടി സമം യദുബലം അശങ്കം നിരുരുധേ, യദുബലത്തെ യാദവ സൈന്യത്തെ ഭൂതഗണങ്ങളോടുകൂടി ശിവൻ ഈ യാദവ സൈന്യത്തെ യദുബലം അശങ്കം നിരുരുധേ, അശങ്കം ശങ്കയൊന്നും കൂടാതെ തടഞ്ഞു, നിരുരുധയെ തടഞ്ഞു, എതിർത്തു നിന്നു. അതായത് ഈ യാദവ സൈന്യം പുരം വളഞ്ഞതായ സമയത്ത് ശിവൻ തൻ്റെ ഭൂതഗണങ്ങളോടുകൂടി അവരോട് എതിരിടാനായിട്ട് നിന്നു, യാദവ സൈന്യത്തോട് എതിരിടാനായിട്ട് നിന്നു എന്നാണ്. നിരുരുധേ സമം ഭൂതപ്രാതൈ യദുബലം അശങ്കം നിരുരുധേ, ആ യദുബലത്തെ അശങ്കം സൈന്യത്തോടുകൂടി, ആ ശങ്കയോടുകൂടാതെ, ശങ്കയൊന്നുമില്ലാതെ നിരുരുധയെ തടഞ്ഞു, നിരോധിച്ചു. ഇനി അതായത് പുരിയിലേക്ക് പ്രവേശിക്കുന്നതിനെ തടഞ്ഞു. അപ്പം 2 പേരും കൂടി യുദ്ധമായി. മഹാപ്രാണോ ബാണഹ, മഹാപ്രാണനായിട്ടുള്ള വലിയ ശക്തിമാനായിട്ടുള്ള ബലവാനായിട്ടുള്ള ബാണന് നല്ല ബലമുണ്ട്, ശക്തിയുണ്ട് നല്ലോണം. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ബാണൻ ചടിതി യുയുധാനേന യുയുധേ, യുയുധാനൻ എന്ന് പറഞ്ഞാൽ സാത്യകി, കൃഷ്ണന്റെ മകനാണ് സാത്യകി. ആ സാത്യകിയോടുകൂടി യുദ്ധം ചെയ്തു. മഹാപ്രാണനായിട്ടുള്ള ആ ബാണൻ സാത്യകിയോടുകൂടി യുദ്ധം ചെയ്തു. ഇനി ഗുഹപ്രദ്യുമ്നേന, ഗുഹൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ, ശിവപുത്രനായിട്ടുള്ള സുബ്രഹ്മണ്യൻ പ്രദ്യുമ്നോടുകൂടി, കൃഷ്ണന്റെ പുത്രനായിട്ടുള്ള പ്രദ്യുമ്നോടുകൂടിയാണ് യുദ്ധം ചെയ്തത്. ഗുഹ പ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്രാജഘടിഷേ, ത്വമപി അങ്ങാകട്ടെ പുരഹന്ത്രാജഘടിഷേ, പുരഹന്താവിനോടുകൂടി, പുരഹന്താവ് എന്ന് വെച്ചാൽ ത്രിപുരങ്ങളെ നശിപ്പിച്ചതായ ശിവനോടുകൂടി, ത്രിപുരദാഹകനായ ശിവനോടുകൂടി കൃഷ്ണൻ യുദ്ധം ചെയ്തു എന്നാണ്. ആ ശിവനും വിഷ്ണുവും കൂടിയുള്ളതായിട്ടുള്ള ആ യുദ്ധം, ഒരിടത്തും നടക്കാത്തതായിട്ടുള്ള ആ യുദ്ധത്തിനെയാണ് അവിടെ അതിഗംഭീരമായിട്ടുള്ളൊരു യുദ്ധം തന്നെ ഉണ്ടായി എന്നാണ്. അതായത് ഇവിടെ ജഘടിഷേ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട്, ആ ജഘടിഷേ എന്ന് വെച്ചാൽ അത് യുദ്ധം ചെയ്യുക എന്നല്ല, 2 തേജസ്സും, ശിവ തേജസ്സും വൈഷ്ണവ തേജസ്സും കൂടിയിട്ട് ഒന്നിച്ച് മുട്ടി എന്നാണ് പറയണതോടെ. ശിവനും വിഷ്ണുവും കൂടി യുദ്ധം ചെയ്യുക എന്ന് വെച്ചാൽ ശിവതേജസ്സും വിഷ്ണുവിൻ്റെ തേജസ്സും കൂടി അങ്ങോട്ട് യോജിച്ച് ചേർന്നു, ഒന്നിച്ച് ചെയ്യുകയാണ്. ജഘടിഷയിച്ച ഘടിക്കുക എന്ന് പറയുമ്പോൾ ഒന്നിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ യുദ്ധത്തിനാണ് ഒന്നിച്ചത് എന്ന് മാത്രമേ ഉള്ളൂ. പുരീപാല ശൈലപ്രിയദുഹിതൃനാഥ അസ്യ പുരീപാല, ഈ ബാണന്റെ പുരീപാലനായ ശൈലപ്രിയ ദുഹിതൃനാഥ, പർവ്വതപുത്രിയായ പാർവതത്തിൻ്റെ പ്രിയപ്പെട്ടതായ, വളരെ പ്രിയപ്പെട്ട പുത്രിയായ പാർവതിയുടെ ഭർത്താവായ ശിവനോടുകൂടി, ശിവൻ ഭഗവാനായിട്ടുള്ള ആ ശിവൻ സമം ഭൂതപ്രാതൈഹി, ഭൂതപ്രാതങ്ങളോടുകൂടി, പ്രാതം സമൂഹം,
ഭൂതഗണങ്ങളോടുകൂടി യദുബലം അശങ്കം നിരുധേ, ശങ്കയില്ലാതെ ആ യദുബലത്തെ, യാദവ സൈന്യത്തെ, ബലം സൈന്യം എന്നുള്ള അർത്ഥമാണ്, യദുബലം യാദവ സൈന്യത്തെ നിരുധേ തടഞ്ഞു. മഹാപ്രാണ ബാണ, മഹാപ്രാണനായ അതിശക്തനായിട്ടുള്ള ആ ബാണൻ സാത്യകിയോട് യുദ്ധം ചെയ്തു. ഛടിതി മഹാപ്രാണോ ബാണോ ഛടിതി യുയുധാനേന, ഛടിതി വേഗത്തിൽ തന്നെ, യുയുധാനേന യുയുധേ, യുയുധാനോടുകൂടി സാത്യകിയോടുകൂടി യുദ്ധം ചെയ്തു. ഗുഹ പ്രദ്യുമ്നേന, ഗുഹൻ സുബ്രഹ്മണ്യൻ പ്രദ്യുമ്നോടുകൂടി യുദ്ധം ചെയ്തു. ത്വമപി, അങ്ങാകട്ടെ, പുരഹന്ത്രാജഘടിഷേ, പുരഹന്ത്രനോടുകൂടി, പുരഹന്താവിനോടുകൂടി, ശിവനോടുകൂടി ഏറ്റുമുട്ടി എന്നാണ്. പുരഹന്താവ് ത്രിപുരങ്ങളെ ദഹിപ്പിച്ച ശിവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ശക്തി അപാരമാണ്, എന്നാലും അവിടെ പരാജയമാണ് സംഭവിക്കുന്നത് എന്നുള്ളത് പിന്നീട് പറയുന്നുണ്ട്. കന്യാപുരേ ദയിതയാ സുഖമാരമന്ദം ജൈനം കഥഞ്ജന ബന്ധുഷി സർവബന്ധൗ ശ്രീനാരദോക്ത തദുദന്ത ദുരന്തരോഷൈസ്ത്വം തസ്യ ശോണിതപുരം യദുഭിർനിരുന്ധാ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കാന്താഗൃഹേ പ്രിയയുടെ സുഖമായിരിക്കെ ബന്ധിച്ചു വല്ല വിധവും ശിവഭക്തബാണൻ ശ്രീനാരദൻ വധ പറഞ്ഞതറിഞ്ഞു കോപിച്ചങ്ങാശു ശോണിതപുരത്തെ വളഞ്ഞു സൈന്യാൽ. പുരീപാലശൈലപ്രിയദുഹിതൃനാഥോസ്യ ഭഗവൻ നാഥ അസ്യ എന്ന് പദം മുറിക്കുക. പ്രിയദുഹിതൃനാഥോസ്യ ഭഗവാൻ സമം ഭൂതവ്രാതൈര്യതുബലമശങ്കം നിരുരുധേ മഹാപ്രാണോ ബാണോ ഛടിതി യുയുധാനേന യുയുധേ ഗുഹപ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്രാജഘടിഷേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പുരം കാത്തിയിടുന്ന മലയുടെ മകൾ തന്റെ കണവൻ ശിവൻ ഭൂതക്കൂട്ടം സമമുടു തടഞ്ഞു യദുബലം. മഹാശൂരൻ ബാണൻ പൊരുതിയുടനെ സാത്യകിയിടും ഗുഹൻ പ്രദ്യുമ്നോടുമയുടെ പതി നിന്നൊടുമഹോ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.